ശ്രീ രാഹുൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം സ്പീക്കറിന് മുന്നിൽ ഉയർത്തുന്ന ബാനറിൽ കാണുന്നത് അമ്പലം വിഴുങ്ങികൾ എന്ന വാചകമാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം BJP ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിലും ഇതേ ബോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഈ പറയുന്നത് പോലെ RV ബാബു പറയുന്നത് പോലെ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യകതയുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു നിഗമനം അല്ലെങ്കിൽ അഭിപ്രായമുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. അമ്പലം വിഴുങ്ങുകളെ എന്നല്ലേ വിളിക്കാൻ പറ്റൂ, മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്പലം വിഴുങ്ങുന്ന ആളുടെ പ്രശ്നമുണ്ട്. രണ്ട്, ദേവസ്വം ബോർഡുകളെ കൊച്ചാക്കാനോ മോശമാക്കാനോ പറയുന്നതല്ല. സാക്ഷാൽ ഭാരതകേസരി മന്നത്നാവിനും ശ്രീ R ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്, അതിനോട് ഏറ്റവും ആദരവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദേവസ്വം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആദ്യ തോട്ട് വരുന്നത് മഹാനായ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപവുമായിട്ട് മുമ്പോട്ട് വന്നു. അന്ന് അതിനുശേഷം ബ്രിട്ടീഷ് സർക്കാർ 1811 കാലഘട്ടങ്ങളിൽ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദുക്കൾ കൺസോൾഡേറ്റ് ചെയ്യരുത്, ഹിന്ദുക്കൾ ഒരുമിക്കരുത് എന്നുള്ള ചിന്ത വരികയും അതിനുശേഷം ഈ അമ്പലങ്ങളെ കറപ്ഷന്റെ പേരിൽ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത്. നമ്മുടെ അമ്പലങ്ങൾക്ക് അന്നു മുതൽ ഇന്ന് വരെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ നമ്മുടെ അമ്പലങ്ങൾക്ക് ഇന്നും വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് ഏറ്റവും ബഹുമാനമാണ്, ഞാൻ ഗാന്ധിയനാണ്, അവരെ ആദരിക്കുന്നതാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിൽ വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കുള്ള അവരുടെ പള്ളി ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുണ്ടോ? ഏതെങ്കിലും മുസ്ലിമിന് അവരുടെ പള്ളി ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുണ്ടോ? പക്ഷെ നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഈ ഗവൺമെന്റ് ഭരിക്കേണ്ട ഗതികേട് വരാറുള്ളൂ. ആ ഗവൺമെന്റ് ഇരിക്കുന്ന പല ആൾക്കാരും എന്നിട്ട് നിരീശ്വരവാദം പബ്ലിക്കലി പറയും. ഞാൻ രാധാകൃഷ്ണൻ ഏതെങ്കിലും മന്ത്രിയെ മോശമാക്കാനല്ല. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പള്ളി ചെന്നിട്ട് ആ ക്രിസ്ത്യൻ പള്ളിയിൽ നമ്മുടെ മാതാവിന്റെ തിരുരൂപത്തിനോ യേശു ക്രിസ്തുവിന്റെ തിരുരൂപത്തിനോ മുമ്പിൽ നിന്നിട്ട് അവര് കിട്ടുന്ന എന്തെങ്കിലും തീർത്ഥം ഏതെങ്കിലും മന്ത്രി താഴെ ഒഴിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി മോശം എന്ന് പറയും. അപ്പൊ ഞാനത് മറ്റൊരാളെ കമ്പയർ ചെയ്ത് പറയല്ല. അപ്പം ഹിന്ദു സമൂഹത്തിന് പലപ്പോഴും ഒരു ചിറ്റമ്മ നയമല്ലേ നേരിടുന്നത്. നമ്മുടെ അമ്പലങ്ങൾ പലപ്പോഴും ഗവൺമെന്റിന്റെ അടിയിലും രാഷ്ട്രീയക്കാരുടെ അടിയിലുമല്ലേ. രാഹുൽ ഈശ്വർ എന്നുള്ള സാധാരണ ഭക്തൻ പറയുന്ന വിടാം, ശ്രീ RV ബാബു എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം പറയുന്നത് വിടാം, ജസ്റ്റിസ് പരിപൂർണനും ഇത് തന്നെയല്ലേ പറയുന്നത്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ എടുത്തു പറയുന്നത് ഈ രാഷ്ട്രീയക്കാരും പ്രകടമായ രാഷ്ട്രീയമുള്ളവരെയും അമ്പലത്തിന്റെ ഭരണത്തിൽ നിന്ന് മാറ്റണം. എന്തുകൊണ്ട്? ഇത് രാഷ്ട്രീയക്കാർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനൊരു സ്ഥലമാണ് ഇവർ പറയുന്നത്. പകരം ആത്മീയ നേതൃത്വത്തെ, കലാരംഗത്തുള്ളവരെ, സ്പിരിച്വൽ ലിറ്ററേച്ചർ അറിയാവുന്നവരെ, അങ്ങനെയൊക്കെയുള്ളവരല്ലേ അമ്പലം ഭരിക്കേണ്ടത്. ഇത് ജസ്റ്റിസ് പരിപൂർണൻ റിപ്പോർട്ട്. ജസ്റ്റിസ് പരിപൂർണസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേവസ്വം ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേവസ്വം ബെഞ്ച് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രമുഖമായ ഒരാളാണ് അദ്ദേഹം. അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ച് ഈ ആശയത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളായ പലരും വളരെ വിദഗ്ധമായി ഇഗ്നോർ ചെയ്യല്ലേ. ആ ബെഞ്ചിൽ CBIയുടെ മുൻ ഡയറക്ടർ ഉണ്ടായിരുന്നു, പരിപൂർണസ്വാമി ഉണ്ടായിരുന്നു, ഒരു പ്രമുഖ ആളും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ അതിൽ എല്ലാവർക്കെതിരെയും, അതായത് എന്നോടൊക്കെ ബന്ധപ്പെട്ട എതിർക്കെതിരെ വിമർശനമുണ്ട്. അതുകൊണ്ട് പാർഷ്യലായിട്ട് പറയുന്നതല്ല. നമ്മുടെ ഈ അമ്പല സംവിധാനങ്ങൾ നന്നാവണ്ടേ? നമ്മുടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൂടുതൽ ആത്മീയ പഠനം വേണ്ടേ? നമ്മുടെ അമ്പലങ്ങൾ നോക്കൂ, എന്തെങ്കിലും ആത്മീയ പഠനം അതിൽ നടക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാര്യം വിശ്വാസമുള്ളവരല്ല ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോ ഇനി ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറയല്ല. മുമ്പിരുന്ന സർക്കാർ, അതായത് ശബരിമല വിഷയം ആദ്യം ഉണ്ടായപ്പം ശബരിമല ഹിന്ദു ക്ഷേത്രം അല്ല എന്ന് വരെ കൊടുത്തു. ശബരിമല ഒരു മതേതരത്വത്തിന്റെ കേന്ദ്രമല്ല, ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്. മതസൗഹാർദ്ദം അയ്യപ്പന്റെ ആത്മാവിൽ അഴിഞ്ഞു ചേർന്നാണ്. പക്ഷെ ഇതൊരു മതേതര കേന്ദ്രമല്ല. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ അപരവൽക്കരിക്കാനും അരികുവൽക്കരിക്കാനും സോക്കോൾഡ് മതേതരവൽക്കരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സാധാരണ ഹിന്ദുക്കൾ കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഹിന്ദുക്കൾക്ക് ഇതിൽ വിഷമമുണ്ട്. കാരണം നമ്മുടെ അമ്പലങ്ങളിൽ നിന്നാണ് ഈ ലൂട്ട് നടക്കുന്നത്, കൊള്ള നടക്കുന്നത്, അപരവൽക്കരണം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പലപ്പോഴും ഈ ബാക്കിയുള്ളവർ പറയുന്ന സവർണ മേധാവിത്വം ഉണ്ടാവുന്നൊക്കെയാണ്. മലയരയന്മാർക്ക് വേണ്ടി, ST വിഭാഗമായ മലയരയന്മാർക്ക് വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാൻ, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം കൊടുക്കാൻ. തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ രാജകുടുംബം, പന്തൽ രാജകുടുംബം, തന്ത്രി, എല്ലാ ഹിന്ദു സംഘങ്ങളിലും, കുമ്മനഞ്ചേരനാണ് ആ സമ്മേളനം വിളിച്ചത്, എല്ലാ ഹിന്ദു സംഘങ്ങളിലും യോജിച്ചു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതുവരെ കൊടുത്തിട്ടില്ല. പുരോഗമനം എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ മലയരയന്മാർക്ക് ഇതുവരെ മകരജ്യോതിക്ക്, മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാത്തത്? മലയരയന്മാരെ. അപ്പം ഇതൊന്നും ഹിന്ദുക്കളുടെ കാര്യം മുമ്പോട്ട് പോകുന്നില്ല. അത് ആരുടെയും പോകുന്നില്ല. ആദിവാസി മുതൽ അമ്പലവാസി വരെയുള്ളവർക്ക് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചാൽ എങ്ങനെ വരെ കുറ്റം പറയാൻ പറ്റും? അതാണ് ശ്രീ ഹസ്കർ, ഒരു പക്ഷേ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ എവിടെ നേട്ടമുണ്ടാക്കിയാലും അതെല്ലാം ആ സംവിധാനത്തിന്റെ ക്രെഡിറ്റായി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആ ബോർഡ് ഇൻഡിപെൻഡന്റ് ആണ്, സർക്കാരിനൊരു റോളുമില്ല എന്നൊക്കെയുള്ള തരത്തിൽ ദേവസ്വം മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നു ഇതേ രീതി തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിന് ഇതിന് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം യോഗം ചേർന്ന് കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്.
ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതിപ്പോൾ വിജയ് മല്യയുടെ കാലഘട്ടത്തിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചത്, അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ പണികൾ ആ ക്ഷേത്രത്തിൽ തന്നെയാണ് നടന്നത്. അതിനുശേഷം മറ്റൊരാൾ അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അത് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവ്, നേട്ടങ്ങളുണ്ടായാൽ അത് ഞങ്ങളുടേത് കൂടി എന്ന് പറയുന്ന ഒരു പതിവ് രീതിയുണ്ടല്ലോ, അത് മാറ്റപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ കൈ കഴുകി മാറി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു ഹസ്കർ?